ഹലോ, ഹായ്. ഞാൻ ആമി. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കാം. ഞാൻ ആക്ട്രസ്സാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ അഭിനയിച്ചത് ശ്യാമാംബരം സീരിയലിലാണ്. ഞാനിപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. എൻ്റെ കുറച്ച് 10-30ഓളം പവൻ ഉരുപ്പടി കൊണ്ടുവന്ന് പല ഫിനാൻസുകളിലായിട്ട് ഞാൻ പണയം വെച്ചു. ഇതിൻ്റെ എല്ലാ റെസിപ്റ്റുകളും പ്രൈവറ്റിലായാലും ഗവൺമെൻറ്റിലായാലും എല്ലാ റെസിപ്റ്റുകളും എൻ്റെ കുടുംബ വീട്ടിലാണ് ഞാൻ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ കുടുംബ വീട് പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടു സാധനങ്ങൾ മാറ്റിയപ്പോഴും എന്തൊക്കെയോ സാധനങ്ങൾ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ റെസിപ്റ്റ് നഷ്ടപ്പെട്ടു. ഞാൻ മോൾക്കൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാ ഫിനാൻസുകളിലും ഉരുപ്പടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ബോണ്ട് എഴുതി കൊടുത്ത് എല്ലാവരും മിക്കുള്ളവരും ഉരുപ്പടികൾ തിരിച്ചു തന്നു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ 10-20 പവനോളം അകത്ത് വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ഫിനാൻസ്, റിയ ഫിനാൻസ്, അയാൾ മാത്രം റെസിപ്റ്റ് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഉരുപ്പടിയുടെ തുകയും കൂട്ടി എഴുതി അതിൻ്റെ പലിശ, ഉരുപ്പടിയുടെ വിലയോടടുപ്പിച്ചുള്ള പലിശയും കൂട്ടി എഴുതിയിട്ട് അയാൾ ഒരു റെസിപ്റ്റ് എനിക്ക് തന്നു. അത് കാരണം ഞാൻ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. എനിക്കെൻ്റെ ഉരുപ്പടി തരുന്നില്ല, ഇങ്ങനെ തുകയും പലിശയും കൂട്ടി എഴുതിയൊക്കെയാണെന്ന് വെച്ചിട്ട്. സ്റ്റേഷനിൽ വന്നിട്ട് നിൽപ്പിന് അയാൾ പറയുകയാണ് എൻ്റെ ഉരുപ്പടി ലേലം വിളിച്ചു പോയെന്ന്. പലിശ അടച്ച് പുതുക്കി വെച്ചേക്കുന്ന ഉരുപ്പടി എങ്ങനെയാണ് ലേലം വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. CI സാർ കേസെറ്റെടുത്ത് 2017 മുതൽ 2024 വരെയുള്ള ഉരുപ്പടിയുടെ ലിസ്റ്റ് എടുത്തു. പലിശ അടച്ച് പുതുക്കി വെച്ചേക്കുന്ന ഉരുപ്പടിയുടെ ലിസ്റ്റ് എടുത്തു. എല്ലാ ഉരുപ്പടിയും തിരിച്ചു തരാമെന്ന് അയാൾ ഏറ്റു. അയാൾ പറഞ്ഞ കള്ളങ്ങളെല്ലാം അവിടെ സമ്മതിച്ചു. ഉരുപ്പടി തരാമെന്ന് സമ്മതിച്ചതിൻ്റെ അന്ന് അയാളൊരു CPM പ്രവർത്തകനെ കൊണ്ട് അവിടെ വന്നു. സിയുടെ മുറിയിൽ CPM പ്രവർത്തകൻ കയറി സംസാരിച്ചതിന് ശേഷം സിയ പറയാണ്, നിങ്ങൾ പുറത്ത് വെച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യുക, അയാളെല്ലാം തരാമെന്നല്ലേ പറയുന്നത്. ഞാൻ സാറേ, എൻ്റെ ഉരുപ്പടിയുടെ വിലയാണ് അയാൾ പലിശയായിട്ട് എഴുതിയിരിക്കുന്നത്, അത് നിങ്ങൾ പുറത്ത് പറഞ്ഞത് സോൾവ് ആക്കുമെന്ന് പറഞ്ഞു. ഞാൻ അത് ശരിയാവുമെന്ന് തോന്നില്ല. ശരിയായെങ്കിൽ തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു ചെന്നപ്പോൾ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ ലീഗലായിട്ട് പോകും, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. ഇത്രയും രേഖകളെടുത്തതിന് ശേഷം പറയുന്നതാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സത്യങ്ങളാണ് തിരിച്ചറിഞ്ഞ് ഇത്രയും രേഖകളെടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ നടന്ന കാര്യം എന്ന് വെച്ചാൽ, വക്കീൽ എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇനി രാജേഷിൻ്റെ കടയിൽ പോകാൻ പാടില്ല, നിങ്ങൾ ഇനി അവിടെ കയറിയാൽ നിങ്ങൾ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് ഞാൻ ക്രിമിനൽ കേസെടുക്കും, നിങ്ങൾ രാജേഷിൻ്റെ കടയിൽ പോയതിന് ഞാൻ കേസെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫോറസ്റ്റ് കോടതിയിൽ നിന്ന് നോട്ടീസ് വരുമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാജേഷിൻ്റെ വക്കീൽ എന്നെ വിളിച്ച് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ഉരുപ്പടി പോലും നഷ്ടപ്പെട്ടിട്ടില്ല, ലേലം വിളിച്ചിട്ടില്ല, ഒരു മഞ്ചാടി പോലും നഷ്ടപ്പെടാതെ നിങ്ങളുടെ ഉരുപ്പടി ഞാൻ തിരിച്ചു തരും. CI സാർ 8000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, SI സാർ 4000 വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ എല്ലാവരും പാർട്ടി പ്രവർത്തകരെല്ലാവരും പൈസ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരാരും നിങ്ങൾക്ക് വേണ്ടി ഇനി സംസാരിക്കില്ല. നിങ്ങൾ ഇതിന് മുകളിലോട്ട് ഇനി ഏത് ഉദ്യോഗസ്ഥനെ കാണാൻ പോയാലും അവർ നിങ്ങൾ കോടതിയിൽ പോകാനേ പറയൂ. ഇതിലൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾക്ക് ഉരുപ്പടി വേണമെങ്കിൽ എനിക്ക് വഴങ്ങി തരണം. അപ്പോൾ രാജേഷിൻ്റെ അയാളുടെ തീരുമാനം ഇതാണ്. അവസാനമായിട്ട് രാജേഷിൻ്റെ വക്കീൽ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞേക്കണത്. എനിക്ക് എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ട്രിവാൻഡ്രം SP കിരൺ സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. ലേഡി SP പരാതി കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വക്കീൽ പറഞ്ഞ എല്ലാ റെക്കോർഡും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാനസികമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിരിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം.